ഇനി കേരള സർവകലാശാലയിലേക്കാണ്. അവിടെ വിവാദങ്ങളും പരാതികളൊന്നും അവസാനിക്കുന്നില്ല. കേരള സർവകലാശാല മിനിറ്റ്സ് വിവാദത്തിൽ വൈസ് ചാൻസലർക്കും മിനി കാപ്പനുമെതിരെ പോലീസിൽ പരാതി. ഇടത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാലാണ് പരാതി നൽകിയത്. സിൻഡിക്കേറ്റ് മിനിറ്റ്സിൽ ഇരുവരും തിരിമറി നടത്തിയെന്നാണ് ആരോപണം. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മാസങ്ങൾക്ക് ശേഷം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധവും ഒക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം ഈ മിനി കാപ്പനെ മാറ്റാം, രജിസ്ട്രാർ ഇൻചാർജ് ചുമതലയിൽ നിന്ന് മിനി കാപ്പനെ മാറ്റണം എന്നുള്ള ആവശ്യം VC അംഗീകരിച്ചതോടെയാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം മുന്നോട്ട് പോയത്. ഇതിന്റെ മിനിറ്റ്സ് ആണ് തിരുത്തിയതായുള്ള ആരോപണം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. 2 മിനിറ്റ്സിന്റെ പകർപ്പ് നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നേരത്തെ VCക്ക് തന്നെ 18 സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകുകയും അതിനുശേഷം ലെനിൻ ലാൽ എന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗം ഇപ്പോൾ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകുകയും ചെയ്തിട്ടുള്ളത്. മിനി കാപ്പനും ഒപ്പം തന്നെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലിനും എതിരെയാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. വഞ്ചന, ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം വരുത്തൽ, ഗൂഢാലോചന എന്നീ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ അദ്ദേഹത്തിന് എതിരായ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട ഹർജി അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ആ മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ സമർപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിയത് എന്നുള്ള ആരോപണമാണ് ഇടത് അംഗങ്ങൾ നിലവിൽ ഉന്നയിക്കുന്നത്. ഈ VC രജിസ്ട്രാറുമായി ഉള്ള ബന്ധപ്പെട്ട വിഷയം അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ ഈ വിഷയം സിൻഡിക്കേറ്റിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള കാര്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷമാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. അതിനെ തുടർന്ന് മിനി കാപ്പന് ചുമതല നൽകിയും എന്ന ഭാഗം അത് ഈ VC ഒപ്പിട്ട മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ മിനിറ്റ്സിൽ പക്ഷേ ഈ കാര്യം ഉണ്ടായിരുന്നില്ല. KS അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഈ മിനിറ്റ്സിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് തിരുത്തൽ വരുത്തിയത് എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നത്. മിനി കാപ്പിന് പകരം രശ്മി ആറിന് ഈ ജോയിന്റ് രശ്മി ആറിന് രജിസ്ട്രാർ ഇൻചാർജ് ചുമതല പുതുതായി നൽകുകയും അവർ അതിന്റെ ഉത്തരവാദിത്വം നിലവിൽ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവാദങ്ങൾ ആണ് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ അതൊരു മറ്റൊരു പോലീസ് കേസായി ഇപ്പോൾ വന്നിരിക്കുന്നത്. VCക്കെതിരെ തന്നെ പോലീസിൽ പരാതിയും വന്നിരിക്കുന്നു. ജിൽസി. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.